നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറി. ദില്ലിയിൽ നടക്കുന്ന സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് നിൽക്കാതെ ആ ചർച്ചകൾ ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ച് ഇറങ്ങിപ്പോരുകയാണ് കണ്ണൂരിൻ്റെ നേതാവായ കെ സുധാകരൻ. അദ്ദേഹം മുൻ KPCC പ്രസിഡന്റാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹമാണ് ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ, സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ പങ്കെടുക്കാതെ ഇടയ്ക്ക് വെച്ച് അതിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനം, ആ തീരുമാനത്തോട് യോജിക്കാൻ കഴിയാതെയാണ് ഇപ്പോൾ കെ സുധാകരൻ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. കെ സുധാകരന് കണ്ണൂരിൽ മത്സരിക്കാനുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ കെ സുധാകരൻ കണ്ണൂരിൽ ഒരിക്കലും മത്സരിക്കാൻ പാടില്ല എന്നത് കോൺഗ്രസിനകത്തെ മറ്റു ചില നേതാക്കന്മാരുടെ ആവശ്യമാണ്. കാരണം കോൺഗ്രസിൽ വലിയ രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള കടിപിടി നടക്കുന്നുണ്ട്. പരമാവധി സീനിയർ നേതാക്കളെ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള സീനിയർ നേതാക്കളെ മത്സര രംഗത്തു നിന്നും മാറ്റി നിർത്തുക എന്ന നിലപാടാണ് കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കന്മാർ നടത്തുന്നത്. അതിന് ഹൈക്കമാൻഡിൻ്റെ പിന്തുണ ണ്ട് എന്നും വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ കെ സുധാകരന്റെ ഇറങ്ങിപ്പോക്ക്. അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള MP-യാണ്. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന നയം വരുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആവില്ല. നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് മത്സരിച്ച് ജയിച്ചു വരാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കുറഞ്ഞു എന്നത് വലിയ ആശ്വാസവുമാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കരുത് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹപ്രകാരമാണ് ഇപ്പോൾ ഈ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. അതിനുശേഷം അദ്ദേഹം പ്രതിഷേധത്തോടുകൂടി കണ്ണൂരിലേക്ക് മടങ്ങുന്നു. എന്നാൽ KPCC പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹത്തിന് നാട്ടിൽ പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് മടങ്ങിയത്, അദ്ദേഹം പ്രതിഷേധിച്ചു മടങ്ങിയതല്ല. KC വേണുഗോപാലും ഈ വിശദീകരണം ആവർത്തിച്ചു. പക്ഷേ കണ്ണൂരിൽ വന്നയുടൻ തന്നെ കെ സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് ആ പോസ്റ്റ് ഇങ്ങനെയാണ്: കണ്ണൂർ എന്നത് എൻ്റെ ഹൃദയ രക്തമാണ്, കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എൻ്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എൻ്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഞാൻ ഉണരുമ്പോൾ എൻ്റെ കണ്ണിൽ തെളിയുന്നത് ജീവനും രക്തവും നൽകി നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങളാണ്. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായാട്ട് നടത്തി കൊലപ്പെടുത്തിയ എൻ്റെ സഹപ്രവർത്തകരുടെ ചേതനയറ്റ മുഖവുമാണ്. കണ്ണൂർ ഹൃദയരക്തം ഇറ്റിവീണ നമ്മുടെ മണ്ണാണ്, പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിന് വേണ്ടി കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. എൻ്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, എൻ്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചങ്ക് പിളർന്ന വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ കെ സുധാകരൻ തല ഉയർത്തി നിൽക്കും. എൻ്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എൻ്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും, പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാകാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ലൈക്കുകൾ, അതുപോലെ തന്നെ 1000-ഓളം വരുന്ന കമൻറ്റുകൾ, ഇതെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഈ പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ്റെ പ്രതിഷേധം ശക്തമായി തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിഴലിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മത്സരിക്കാൻ അനുവദിക്കാത്തതിൻ്റെ എല്ലാ പ്രതിഷേധവും ഇതിനകത്തുണ്ട്. അദ്ദേഹം തല ഉയർത്തി തന്നെ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായ ചില തീരുമാനങ്ങൾ ഉടൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന സൂചനയും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. 2 വഴികളാണ് കെ സുധാകരന് മുന്നിലുള്ളത്. ഒന്ന്, സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ സുധാകരൻ, കമ്മ്യൂണിസ്റ്റ് നേതാവ് സുധാകരൻ സ്വതന്ത്രനായി എടുത്ത തീരുമാനം പോലെ കണ്ണൂരിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുക, ഇല്ല എങ്കിൽ BJP-യിലേക്ക് വരിക എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അദ്ദേഹം ഏത് സ്വീകരിക്കുമെന്നത് അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്: കണ്ണൂരിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെതിരെ കെ സുധാകരൻ നീങ്ങുന്നു. ഒരു നേതാവ് കൂടി, ഒരു വളരെ പ്രമുഖനായ നേതാവ് കൂടി ഹൈക്കമാൻഡിനെ തള്ളിപ്പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.